വെൽക്കം ടു കിച്ചൺ നട്ട്സ്. ഇന്ന് നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പനീർ സ്റ്റാർട്ടറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഗാർലിക് പനീർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് എരിവിനനുസരിച്ച് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആവരുത്, അപ്പോൾ നമുക്ക് ഈ പനീറിൽ ഈ മസാല കോട്ട് ചെയ്തിരിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിവിടെ മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മീഡിയം സ്ലൈസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിലേക്ക് തേച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മസാല ഈ പനീർ സ്ലൈസസിൻ്റെ 2 സൈഡിലുമായിട്ട് നമുക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ സ്ലൈസസ് ഒക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഓരോ സൈഡും ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഈ സൈഡൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരുപാട് നേരം ഒന്നിട്ട് ഫ്രൈ ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ ഈ പനീറിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പോവും, അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. ഇപ്പോൾ ഇതാ നമുക്ക് 2 സൈഡും കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഇത് ഈ ബട്ടറിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ഗാർലിക് പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വെജിറ്റേറിയൻ സ്റ്റാർട്ടറായിട്ടൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്.